ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു മാൽപ്പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 2 ഏലക്കായ അതിലേക്ക് ഇട്ടിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ആ വെള്ളം അത് ചൂടാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ട് നല്ലോണം കട്ടയൊന്നുമില്ലാതെ നല്ലോണം കലക്കിയെടുക്കുക. തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നല്ലോണം കലക്കിയെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നല്ലോണം ചൂടാക്കിയെടുക്കുക. നമ്മൾ ഈ കൂട്ടിലേക്ക് കുറച്ച് എള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകോ എന്താ കയ്യിലുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ഇവിടെ എള്ളാണ് ചേർത്തത് കേട്ടോ. എള്ള് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഓരോ തവിയായിട്ട് നമ്മൾ ചൂടാക്കാൻ എണ്ണ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ ഓരോ തവിയായിട്ട് ഒഴിക്കുക. അത് ആ ചൂടിൽ തന്നെ ഒഴിക്കുക കേട്ടോ. ചൂടിൽ തന്നെ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് പിന്നെ മാറ്റിയാൽ മതി. എന്നിട്ട് ഏകദേശം ഒന്ന് മുരിഞ്ഞ് ഇങ്ങനെ തട്ടൊക്കെ ഒന്ന് ഞെരിഞ്ഞ മാതിരി വരുമല്ലോ, അപ്പോൾ നമ്മളത് ഒന്ന് ഒരു തവി ഉപയോഗിച്ചിട്ടൊന്ന് മറച്ചിടുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് നല്ലോണം ഒരു ബ്രൗൺ കളർ, തറ്റത്തൊക്കെ ഒരു ബ്രൗൺ കളറ് വരുന്നവരെ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിൽ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടാം കേട്ടോ. ഇതൊരു മീഡിയം ഒരു പഞ്ചസാര മധുരമാണ്. അതിൽ കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പിന് പകരം ഒരു മുക്കാൽ കപ്പ് തന്നെ വേണ്ട, മുക്കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ എടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാൽപ്പൂരി റെഡി ആയിട്ടുണ്ട്.